നമ്മൾക്കായിരിക്കുമ്പോൾ ചുരുങ്ങിയ നിമിഷത്തിൽ അല്ലെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകപ്പെട്ടിരിക്കുന്ന ചെറിയ ഒരു ആലോചന പങ്കുവെച്ചിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ശുശ്രൂഷകളൊക്കെ അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ശുശ്രൂഷകളൊക്കെ കർത്താവ് അല്ലെങ്കിൽ അനുഗ്രഹമാക്കി തീർത്തതിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിൽ അവസാന ഭാഗം വായിച്ചത് ഇങ്ങനെയാണ്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യഹോവയുടെ ആലയം, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവവചനത്തിലൂടെ ഈ ആലയത്തെക്കുറിച്ചുമൊക്കെ ഒന്ന് പറയുവാനായിട്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയൊരു പ്രസംഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ചെറിയൊരു ചിന്ത പറഞ്ഞ് വേഗത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 24-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. 24-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം: യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. ഈ വചനത്തെ ഓർത്തുകൊണ്ട് എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രണ്ട് വാക്യത്തിനകത്ത് ഓരോ വാക്യവും കഴിഞ്ഞിട്ട് എന്തു ഇട്ടേക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്കാണ്. രണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ചോദിക്കുകയാണ്. ഒന്ന്, പർവ്വതത്തിലേക്ക് ആര് കയറുവാനിടയാകും? ഈ പർവ്വതത്തിൽ ആർക്ക് വസിക്കുവാനിടയാകും? പ്രൈസ് ദി ലോർഡ്. ഭാവി മഹാത്മ്യത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ഒരു വർണ്ണനയാണ് ഈ 24-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഈ രണ്ട് വാക്യം എന്ന് പറയുന്നത് ഒരു വലിയ വർണ്ണനയാണ്. ഭാവി മഹാത്മ്യം, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ പ്രൈസ് ദി ലോർഡ് അവൻ കടന്നു വരുവാൻ പോകുന്ന ഇടവും അവിടെ പാർത്തുകൊണ്ട് അല്ലലിയ തൻ്റെ ജനത്തെ അല്ലലിയ ഓരോ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ദേശത്തെ വാഴുന്ന ഒരു ഭാവി മഹാത്മ്യത്തിൻ്റെ ഒരു വർണ്ണനയാണ്. അവിടെ കാണുന്നത് രണ്ട് ചോദ്യം: പർവ്വതത്തിൽ ആർക്ക് കയറുവാനിടയാകും? അപ്പോൾ ഈ പർവ്വതത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇല്ലയോ? പർവ്വതത്തിൽ ആര് കയറും, പർവ്വതത്തിൽ ആര് വസിക്കും? അങ്ങനെയാണെങ്കിൽ ഈ പർവ്വതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പർവ്വതം എന്ന് പറയുന്നത് എന്താ? ആർക്കാണ് കയറുവാൻ പറ്റുന്നത്? ആർക്കാണ് അവിടെ വസിക്കുവാൻ പറ്റുന്നത്? കയറുവാനും നിൽക്കുവാനും അല്ലെങ്കിൽ വസിക്കുവാനും ആർക്ക് കഴിയും? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ധന്യമാണ്. ഒരു ഭാഗ്യകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ്റെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. സകല മാനവജാതിയും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തണം. അത് ദൈവത്തിൻ്റെ പദ്ധതി. അതിനുവേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. പർവ്വതത്തിൽ ആർക്ക് കയറുവാനിടയാകും? ഈ പർവ്വതത്തിന് എന്താണ് പ്രത്യേകത? ഈ പർവ്വതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സർവശക്തനാകുന്ന ദൈവം രാജാവായി വസിക്കുന്ന ഒരിടമാണ് ഈ പർവ്വതം എന്ന് പറയുന്നത്. മനസ്സിലാക്കണമേ, സർവശക്തനാകുന്ന നാം സേവിക്കുന്ന അഖിലാണ്ടത്തിൻ്റെ ഉടയവനാകുന്ന ചരാചരങ്ങളുടെ സൃഷ്ടാവാകുന്ന സകലത്തെയും മെനഞ്ഞവനാകുന്ന ഈ ദൈവം പാർക്കുന്ന അല്ലെങ്കിൽ രാജാവായി വാഴിച്ചു വെച്ചിരിക്കുന്ന ഒരിടമാണ് ഈ പ്രൈസ് ദി ലോർഡ് പർവ്വതം എന്ന് പറയുന്നത്. 2-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം: എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. വായിക്കാം, 2:6 സങ്കീർത്തനം. ആമേൻ. നോക്കണമേ, ഈ പർവ്വതത്തിലാണ് പ്രൈസ് ദി ലോർഡ് എൻ്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നത്. ആരാ പറയുന്നത്? യഹോവയാകുന്ന ദൈവം പറയുകയാണ്. നമ്മൾക്കൊരു രാജാവുണ്ട്, ഇല്ലേ? ആ രാജാവ് ആരാ? യേശുക്രിസ്തു എന്ന് പറയുന്ന രാജാവ്. അവൻ രാജാതി രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ രാജാതി രാജാവായി വാഴുന്നവനാണ്. ഹല്ലേലൂയ. ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനാകുന്ന ക്രിസ്തു ഹല്ലേലൂയ അവൻ അധികാരത്തോടുകൂടി വാഴുവാൻ പോകുന്നവനാണ്. അവൻ ഹല്ലേലൂയ എൻ്റെ രാജാവിനെ അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? വാഴിച്ചിരിക്കുന്നു. മീഖയുടെ പുസ്തകത്തിലും യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്കും വരുമ്പോൾ ഈ രണ്ട് പ്രവാചകന്മാരും ഇതിന് സമാനമാകുന്ന ഒരു പ്രവചനം പ്രൈസ് ദി ലോർഡ് ഈ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിക്കാം, മീഖയുടെ പുസ്തകം 4:1 മുതൽ. ആമേൻ. അപ്പോൾ യഹോവയുടെ ആലയമുള്ള ഒരു പർവ്വതമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് കേട്ടത് എന്തുവാ?
യഹോവയുടെ ആലയം ഇല്ലയോ ദീർഘകാലം വസിക്കുവാനിടയാകും. അപ്പോൾ യഹോവയുടെ ആലയത്തെ കുറിച്ച് പറയുന്നത്, ഈ ആലയം എവിടെയാണ് വസിക്കുന്നത്? പർവ്വതങ്ങളിലാണ് ഈ ആലയമുള്ളത്. വായിച്ചാട്ടെ താപ്പോട്ട്. ആമേൻ. ആ ആ ആ അത് മതി. പക്ഷേ അവിടെ കേൾക്കണമേ, അവിടെ ആ വാക്യം മാത്രം ഒന്ന് വായിച്ചോട്ടെ. അവൻ തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പർവ്വതത്തിൽ യഹോവയുടെ ആലയമുണ്ടെന്നും ഈ ആലയത്തിലേക്ക് ചെല്ലുവാൻ കഴിയുന്നവന് യഹോവയാകുന്ന ദൈവം തൻ്റെ വഴികളെ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കുമെന്നും പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്ത്? പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ വായിച്ചതാണ്. എന്നാണ് യഹോവയാകുന്ന ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ രാജാവായി വാഴിച്ചിരിക്കുന്ന ഒരിടമാണ് ഈ പർവ്വതം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ വായിച്ചു, ഈ പർവ്വതത്തിലാണ് എന്തുള്ളത്? യഹോവയുടെ ആലയമുള്ളത്. ഈ പർവ്വതത്തിൽ ഈ ആലയമുള്ളപ്പോൾ ഈ ആലയത്തിലേക്ക് ഓടിച്ചെല്ലുവാൻ ഇടയാകുന്ന ഒരു മനുഷ്യന് യഹോവയാകുന്ന ദൈവം തൻ്റെ വഴികളെ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. രണ്ടാമത് വായിച്ച എന്താണ്? മീഖയുടെ പുസ്തകം 4-ന്റെ ആ രണ്ടാമത്തെ ഭാഗം. ആ നോക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന് ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുവാൻ ഇടയാകുന്നത് ഈ പർവ്വതത്തിൽ വസിക്കുന്നവനാകുന്ന സർവശക്തനാകുന്ന ദൈവത്തെ, അല്ലെങ്കിൽ രാജാവായി വാഴിച്ചിരിക്കുന്ന നമ്മുടെ സർവശക്തനാകുന്ന ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ, അവന് രാജാവായി വാഴിച്ചിരിക്കുന്ന ഒരിടയത്ത് അല്ലെങ്കിൽ ആലയത്തിൽ ചെല്ലുമ്പോൾ അവൻ തൻ്റെ വഴികളെ തൻ്റെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കുകയും നേരായ പാതകളിലൂടെ തൻ്റെ ജനത്തെ യഹോവയാകുന്ന ദൈവം വഴിനടത്തുകയും ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യന് നേരായ മാർഗത്തിലൂടെ നടക്കുവാൻ പ്രൈസ് ദി ലോർഡ് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താ? യഹോവയുടെ ആലയത്തിൽ ചെല്ലണം. അപ്പോൾ ആലയത്തിൽ ചെല്ലുന്നവന് മാന്യമാകുന്ന നിലയിൽ നേരായ വഴികളിലൂടെ നടക്കുവാനും യഹോവയാകുന്ന ദൈവം തൻ്റെ വഴികളെ അറിയിച്ചു കൊടുക്കുവാനിടയാകും. ആർക്കെങ്കിലും വഴി അറിയാതെ നിൽക്കുന്നെങ്കിൽ, ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ അല്ലെങ്കിൽ വഴി അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, യഹോവയാകുന്ന ദൈവം പറയുന്നു, ഈ ആലയത്തിലേക്ക് വന്നാൽ, ഈ പർവ്വതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വന്നാൽ പ്രൈസ് ദി ലോർഡ് അവൻ തൻ്റെ വഴികളെ നിങ്ങൾക്ക് അറിയിച്ചു തരികയും നേരായ മാർഗത്തിലൂടെ കർത്താവ് നമ്മൾ നടത്തുകയും ചെയ്യുമെന്ന്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വഴി അറിയാതെ നമ്മൾ ഭാരപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവസന്നിധിയിൽ ഒരു ദൈവപൈതലിൽ നിന്ന് ആലയത്തിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആലയത്തിൽ ചെന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും വഴികളെക്കുറിച്ച് അറിയാതെ വിഷണ്ണരായിരിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർക്ക് ദൈവം വഴികളെ കാണിച്ചു കൊടുത്ത ഒത്തിരി അനുഭവങ്ങൾ ഈ ദൈവവചനത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന്, പർവ്വതത്തിന്റെ പ്രത്യേകത, യഹോവയാകുന്ന ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ രാജാവായി വാഴിച്ചിരിക്കുന്ന ഒരു ഇടമാണ്. രണ്ട്, യഹോവയുടെ ആലയം സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ഈ പർവ്വതം എന്ന് പറയുന്നത്. ഈ പർവ്വതത്തിൽ ഒരു ആലയമുണ്ട്, അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ അരികിലേക്ക് ചെല്ലുന്നവന് അവൻ തൻ്റെ വഴികളെ അറിയിച്ചു കൊടുക്കുകയും നേരായ മാർഗത്തിലൂടെ നടത്തുകയും ചെയ്യും. യെശയ്യാവിന്റെ പുസ്തകത്തിലും ഇതേ വാക്ക് തന്നെ ആ പ്രവാചകൻ 2-ാം അധ്യായം അതിന് 2 മുതൽ ഉള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഒരേ പ്രവാചകന്മാർ, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാർക്ക് യഹോവയാകുന്ന ദൈവം പ്രൈസ് ദി ലോർഡ് ആ വെളിപ്പാട്, ആ ദർശനം അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നു. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. നോക്കണമേ, 2 പ്രവാചകന്മാരും പറഞ്ഞ അതിനെ ഉറപ്പിച്ചിരിക്കുകയാ. നമുക്ക് അവന്റെ വഴികളെ ഉപദേശിച്ചു തരുന്ന ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മനുഷ്യർക്ക് പലപ്പോഴും ഉപദേശം ആവശ്യമാണ്, ഇല്ലയോ? ഒരു ദൈവവൈദ്യന് ഉപദേശം വേണമെങ്കിൽ മനുഷ്യന്റെ അടുത്ത് പോവണ്ട,
ആരെടുത്ത് പോയാൽ മതി? നമ്മുടെ രാജാവിൻ്റെ അരികിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം യോവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിലും പ്രൈസ് ഹല്ലേലൂയ ഇതിന് സമാനമാകുന്ന ഒരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. യോവേൽ 3:16-17 വാക്യം. ആമേൻ. 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 നോക്കണമേ, ഹല്ലേലൂയ, ഈ പർവ്വതത്തിൽ ആരാണ് വസിക്കുന്നതെന്ന് അറിയാൻ പറ്റാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. പ്രൈസ് ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയുവാൻ ഈ പർവ്വതത്തിൽ വസിക്കുന്നവൻ അതാരാണ്? നമ്മുടെ ദൈവമാകുന്ന യഹോവ. പ്രൈസ് ഹല്ലേലൂയ. പ്രവാചകൻ പറയുകയാ, സിയോൻ പർവ്വതത്തിൽ വസിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഹല്ലേലൂയ ഉറപ്പോടും ധൈര്യത്തോടും പറയുവാൻ പ്രവാചകൻ പറയുകയാണ്. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യഹോവയാകുന്ന ദൈവമാണ് അവിടെ വസിക്കുന്നത്, നമ്മുടെ രാജാവാണ് അവിടെ വസിക്കുന്നത്. പ്രൈസ് ഹല്ലേലൂയ. അതിന് മുകളിൽ പറഞ്ഞത് എന്താ? തൻ്റെ ജനത്തിന് ശരണം പോയവർക്ക് പ്രൈസ് ഹല്ലേലൂയ ശരണമാകുന്നവൻ ഈ പർവ്വതത്തിൽ വസിക്കുന്നു. അതുപോലെ തന്നെ 15-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന് 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ഞാൻ നേരത്തെ ഓർപ്പിച്ചത് എന്താണ്? പ്രൈസ്, ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞ മനുഷ്യൻ ധന്യനാണ്. ആർക്ക് പാർക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ആർക്കാണ് അവിടെ ചെല്ലുവാൻ കഴിയുന്നത്? എല്ലാ മനുഷ്യനും ഈ ലോകത്തിലുള്ള സകല മാനവജാതിക്കും ഒരു ഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും, അല്ല, ഈ കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ മനുഷ്യനും ഈ ഭാഗ്യപദവി കിട്ടിയിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ദൈവത്തിൻ്റെ ഒരു ഫേവർ ഹല്ലേലൂയ മനുഷ്യനോടുണ്ടാകണം. പ്രൈസ് ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ സദൃശ്യവാക്യത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിലുണ്ട്, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ഒന്ന് വായിക്കാമോ സദൃശ്യം? നോക്കണമേ, ഈ പർവ്വതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകണമെങ്കിൽ ആദ്യമേ നമ്മൾക്ക് വേണ്ടുന്നത് അറിവാ. ഈ പർവ്വതത്തിൽ ആരാണ് വസിക്കുന്നത്? ആ അറിവിലേക്ക് ഹല്ലേലൂയ നമ്മെ കൊണ്ടെത്തിക്കുവാനിടയാകും. അവിടെയാണ് പറഞ്ഞത്, എന്നെ കണ്ടെത്തുന്നവൻ. ആരെയാ കണ്ടെത്തുന്നത്? യഹോവയാകുന്ന ദൈവത്തെ കണ്ടെത്തുന്നവൻ. അവൻ എവിടെയാണ് വസിക്കുന്നത്? അവൻ്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. അവനെ കണ്ടെത്തുന്നവൻ എന്താണ് കണ്ടെത്തുന്നത്? ജീവനെ കണ്ടെത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ഞാനതാ പറഞ്ഞത്, സകല മനുഷ്യനും ഒരു ധാർമ്മികമാകുന്ന ഉത്തരവാദിത്വം ലോക മനുഷ്യന് കർത്താവ് ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ധാർമ്മികമാകുന്ന ഉത്തരവാദിത്വം. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും, എന്നെ കണ്ടെത്തണം. ഇന്ന് പർവ്വതങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല ജാതികളും അവരുടെ മതവിശ്വാസം അനുസരിച്ച് പല പർവ്വതങ്ങളിലും പോകുന്നുണ്ട്, ഇല്ലേ, ദൈവത്തെ കാണുന്നതിന് വേണ്ടി. പ്രൈസ് ദി ഹല്ലേലൂയ. ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും പ്രൈസ് ദി ഹല്ലേലൂയ, അല്ലെങ്കിൽ ബുദ്ധമതക്കാരായാലും ഇവരൊക്കെ ഈ പർവ്വതങ്ങളിലാണ് അവരുടെ ദേവന്മാരെ വസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥമാകുന്ന ദൈവം വസിക്കുന്നത് പ്രൈസ് ദി ഹല്ലേലൂയ സിയോൻ പർവ്വതത്തിൽ വസിക്കുന്നവനാകുന്ന ദൈവമാണ് യഥാർത്ഥമാകുന്ന ദൈവമെന്നും ആ ദൈവത്തെ കണ്ടെത്തുന്നവന് മാത്രമേ ജീവനെ കണ്ടെത്തുവാൻ കഴിയൂ എന്നും ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. മനുഷ്യർ പലപ്പോഴും പല മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി പലരും പല പ്രയാണവും ചെയ്യുന്നുണ്ട്, ഇല്ലേ? അനേകായിരം പരിശ്രിതം ജനകോടികൾ കാടുകളും മലകളും ഒക്കെ താണ്ടുന്നുണ്ട്, മുള്ളുകളും പറക്കാരെയും ചവിട്ടുന്നുണ്ട്, ഭാണ്ഡങ്ങൾ പേറുന്നുണ്ട്, ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി പർവ്വതങ്ങളിലേക്ക് പോവുകയാ. എല്ലാ വർഷവും അവർ ചെയ്തുകൊണ്ടിരിക്കുക, ദൈവത്തെ കാണണം. പ്രൈസ് ദി ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നു, യഹോവയാകുന്ന ദൈവം വസിക്കുന്ന ഒരിടമുണ്ട്, അത് യഹോവയുടെ ആലയമാ, അത് പർവ്വതത്തിലാ. ആ പർവ്വതത്തിൽ വസിക്കുന്നവനാകുന്ന ദൈവം എൻ്റെ രാജാവാ. യോശുവയുടെ ഹല്ലേലൂയ നമ്മൾ വായിച്ചതുപോലെ, പ്രൈസ് ദി ഹല്ലേലൂയ, യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ, ആ ദൈവമാണ്, യഹോവയാകുന്ന ദൈവമാണ് എൻ്റെ ദൈവം
എന്ന് പറയുവാൻ തക്കവണ്ണം പാർക്കുന്നവനാകുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നിങ്ങൾക്ക് പാർക്കുവാൻ പറ്റും. അതിലൂടെ ലഭിക്കുന്നത് എന്താണ്? ജീവൻ. അത് പ്രാപിക്കുന്നവന് എന്ത് കിട്ടുന്നു? യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്ന് വെച്ചാൽ എന്തോ കടാക്ഷം? ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? ഫേവർ എന്ന് എഴുതിയിരിക്കുന്നത് ഇല്ലേ? സദൃശ്യം 8:35. ആമേ, ഹല്ലേലൂയ. യഹോവയാകുന്ന ദൈവത്തിന്റെ ഒരു ഫേവർ ലഭിക്കപ്പെടുകയാ. എല്ലാ മനുഷ്യനും ഈ ഫേവർ ലഭിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഈ ഫേവർ ലഭിക്കുവാൻ ഇടയായി തീരുന്ന മനുഷ്യൻ ആരാ? ഭാഗ്യവാനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു ഫേവർ ലഭിക്കണമെങ്കിൽ ദൈവത്തിന് അല്ല മനുഷ്യനോടൊരു ഇഷ്ടം തോന്നണം, ഇല്ലയോ? എല്ലാ മനുഷ്യനും ഈ ഫേവർ ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകല മാനവജാതിക്കും കർത്താവ് ഈ അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റുവാൻ കഴിയുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്, ഒരു കടാക്ഷം, ഒരു ഫേവർ. ജീവിതത്തിൽ തളർന്നു പോകുന്ന അവസ്ഥയിൽ, പതറിപ്പോകുന്ന അവസ്ഥയിൽ ദൈവത്തിന് ഫേവറുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവം എന്ത് ചെയ്യും? അവനെ താഴ്ചയിൽ അല്ലെങ്കിൽ വീണു പോകുന്ന അവസ്ഥയിലൊക്കെ കർത്താവ് എന്ത് ചെയ്യും? അവനെ കരുതും. അതാണ് ഒരു ദൈവ പൈതലിന് വേണ്ടത്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കും ദൈവത്തിന്റെ ജനമേ, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു എന്നും അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു എന്നും സദൃശവാക്യത്തിൽ കാണുന്നുവെങ്കിൽ നാം ഓരോരുത്തരും ആരെ കണ്ടെത്തിയവനാ? കർത്താവിനെ കണ്ടെത്തിയവരാ. നാം കർത്താവിനെ കണ്ടെത്തിയെങ്കിൽ കർത്താവിനോട് പറയുവാനിടയാകണം, കർത്താവേ, എനിക്ക് അങ്ങയുടെ ഒരു ഫേവർ ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന ആവശ്യത്തിൻ്റെ മേൽ, ഹല്ലേലൂയ, ഇന്ന പ്രതിസന്ധിയുടെ മേൽ യഹോവയാകുന്ന ദൈവത്തിൻ്റെ ഒരു ഫേവർ എനിക്കുണ്ടാകണം. കാരണം അതിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് എന്താണ്? ഞാൻ ഈ ജീവനെ കണ്ടെത്തിയവനാ. അങ്ങനെയുള്ളവർ ദൈവത്തോടെ നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുവാ? അല്ലെ, കർത്താവിനോട് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം, കർത്താവിനോട് ചോദിക്കണം. കർത്താവിനോട് കർത്താവ് പറഞ്ഞിരിക്കുന്നതാകുന്ന വാക്കുകൾ, വചനങ്ങളൊക്കെ എടുത്ത് പ്രൈസ് ദി ലോർഡ് ദൈവത്തോട് അങ്ങ് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഈ ലൈസൻസ് ടെസ്റ്റ് അടിക്കാൻ പോയി 2 പ്രാവശ്യമായി. 3ാമത്തെ പ്രാവശ്യം ഞാൻ കയറുന്നതിന് മുമ്പ് ഞാൻ വാദക്ക എന്ന് പറയും, ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയെങ്കിലേ പറ്റൂ. ഇല്ല, നടക്കത്തില്ല കർത്താവേ. എനിക്കിങ്ങനെ 10-20 പൗണ്ട് ചിലവാക്കി, 30 പൗണ്ട് ചിലവാക്കി ഈ പരിപാടി ഇനി നടക്കത്തില്ല. വചനത്തിൽ എഴുതിയിരിക്കും, നിങ്ങൾ ചോദിപ്പിൻ, അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും. അപ്പോൾ ഞാൻ ദൈവത്തോട് ഉറപ്പായിട്ട് ഞാൻ വാദക്ക നിന്ന് പറയും, കർത്താവ്, ഞാൻ തിരിച്ചു വരുന്നത് ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടാവണം. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്തൊക്കെ ദൈവത്തിനൊന്നും ചെയ്യാൻ പോയി, കർത്താവ് ആകെ കൺഫ്യൂഷനായി പോകും കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിന്റെ കടാക്ഷം നമ്മൾക്ക് പ്രാപിക്കുവാൻ കഴിയണം. കാരണം എന്തുവാ? നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? കർത്താവിന് വേണ്ടി ജീവിക്കുക. ഈ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? കണ്ടെത്തിയിരിക്കുകയാ. ഈ ദൈവമാണ് എൻ്റെ രാജാവെന്ന് ഞാൻ പറയുകയാ. ഈ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാ. ഞാൻ വിശുദ്ധിയോടാ ജീവിക്കുന്നത്. ഞാൻ വേർപെട്ടവനായിട്ടാ ജീവിക്കുന്നത്. ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും പെടാതെ ലോകമയമാകുന്ന വിധത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ എനിക്ക് അങ്ങയുടെ ഒരു ഫേവർ ആവശ്യമാണ്. എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കർത്താവിന്റെ ഫേവർ വേണ്ടെന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവത്തോടെ പറയുവാനിടയാകട്ടെ. കർത്താവെ, എനിക്ക് ഇന്ന മണ്ഡലങ്ങളിൽ എനിക്ക് അങ്ങയുടെ ഒരു കടാക്ഷം ആവശ്യമാണ്. കർത്താവെ, എനിക്ക് ഇന്ന സാഹചര്യത്തിന് മേൽ എനിക്ക് ദൈവത്തിൻ്റെ ഒരു കടാക്ഷം ആവശ്യമാണ്. എനിക്ക് ദൈവത്തിന് ഒരു ഫേവർ ആവശ്യമാണ്. എൻ്റെ ബുദ്ധിയിന്മേൽ ദൈവത്തിനൊരു ഫേവർ ആവശ്യമാണ്. എൻ്റെ വിദ്യാഭ്യാസത്തിന്മേൽ ദൈവത്തിനൊരു ഫേവർ ആവശ്യമാണ്. എൻ്റെ സാമ്പത്തികമാകുന്ന ഞെരുക്കത്തിൻ്റെ മേൽ എനിക്ക് ദൈവത്തിൻ്റെ ഒരു ഫേവർ ആവശ്യമാണ്. എനിക്കൊരു വാഹനം ലഭിക്കുന്ന കാര്യത്തിന് മേൽ എനിക്കൊരു ഫേവർ ആവശ്യമാണ്. ഒരു COS അല്ലെങ്കിൽ എനിക്ക് റിന്യൂ ആക്കി കിട്ടുന്നതിന് മേൽ ദൈവത്തിൻ്റെ കടാക്ഷം എനിക്ക് ആവശ്യമാണ്. അനേകർക്ക് ലഭിക്കാതെ പോയിരിക്കുന്നു എന്നൊക്കെ വാർത്തയെ കേൾക്കാം. എന്നാൽ ഞാൻ സേവിക്കുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, പർവ്വതങ്ങളിൽ വസിക്കുന്നവൻ, യഹോവയുടെ ആലയത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, അവൻ വിശുദ്ധനായവൻ, അവൻ രാജാവായി വാഴിച്ചു വച്ചിരിക്കുന്നവൻ. അവനെയാണ് ഞാൻ സേവിക്കുന്നത്, അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്, അവനെയാണ് ഞാൻ പിൻപറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ യഹോവേ, എനിക്ക് അങ്ങയുടെ കടാക്ഷം മതിയേ, ആലയം തീർന്നേ മതിയാവുകയുള്ളൂ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ കൃപ 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 കൃപ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമേറ്റെടുക്കുന്നു. കർത്താവെ, അടച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ നന്മകളുടെ മേൽ യഹോവയുടെ ഒരു ഫേവർ ഇറങ്ങി വരട്ടെ, യഹോവയുടെ ഒരു കടാക്ഷം ഇറങ്ങി വരട്ടെ. അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ മേൽ, അവരുടെ ബുദ്ധിമണ്ഡലങ്ങളോട് അല്ലലിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുരാത്മ ശക്തികളോട്, ദുഷ്ടാത്മ സേനകളോട് ഞങ്ങൾ ശാസിച്ചിട്ട് ദൈവത്തിന്റെ ഒരു കടാക്ഷം അവരുടെ മേൽ ഇറങ്ങി വന്ന് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ജീവിതം എത്തിച്ചേരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ഒരു കടാക്ഷത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഫേവർ എന്ന് പറയുന്ന വാക്കിന് ഒത്തിരി മലയാള വാക്കുണ്ട്. ഒന്ന് ആനുകൂല്യം എന്നൊരു വാക്കുണ്ട്, ആനുകൂല്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? മറ്റാർക്കും കൊടുക്കാത്ത ഒരു പ്രത്യേക പരിഗണന, ഇല്ലയോ? മറ്റാർക്കും കൊടുക്കാത്ത ഒരു പരിഗണന, ഒരു ആനുകൂല്യം ഈ ഫേവർ എന്ന് പറയുന്ന പദത്തിലുണ്ട്. കർത്താവിന് നമ്മളോടൊരു പരിഗണന ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവരെ കാട്ടിലും കർത്താവിനൊരു പ്രത്യേക പരിഗണനയിൽപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇല്ലയോ? അതൊരു വലിയ പദവിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 19 പേര് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരാളിനെ വിളിച്ച് മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പരിഗണന, അതാണ് ഫേവർ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഏറ്റവും പുറകിലിരുന്നാലും നിന്നെ മാനിക്കുന്നതിന് വേണ്ടി കർത്താവ് നിന്നെ മുമ്പിൽ കൊണ്ടുവരുത്തുന്ന ഒരവസ്ഥ. ചില ആനുകൂല്യം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനിടയാകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് ചില ആനുകൂല്യങ്ങൾ തന്റെ ജനത്തിന് വേണ്ടി നൽകുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മറ്റാർക്ക് ലഭിക്കാത്ത ഒരു ആനുകൂല്യം തന്റെ മക്കൾക്ക് വേണ്ടി, തന്നെ സേവിക്കുന്നവർക്ക് വേണ്ടി, തന്നെ കണ്ടെത്തിയവർക്ക് വേണ്ടി കർത്താവ് തുറന്നു കൊടുക്കട്ടെ. ഓ കൃപ കർത്താവേ, യേശുവിന്റെ ഹല്ലേലൂയ നാമത്തിൽ ജയമേറ്റെടുക്കുന്നു. ഫേവർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വാക്കാണ് സഹായ സന്നദ്ധത. പ്രൈസ് ദി ഹല്ലേലൂയ. ഹൃദയപൂർവമാകുന്ന ഒരു താല്പര്യം, ഫേവർ. പ്രൈസ് ദി ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോടൊരു താല്പര്യമുണ്ടെന്ന് പറയുന്നത്, ഹല്ലേലൂയ. ഇതൊക്കെ ഒരു പ്രത്യേകമാ, ഹല്ലേലൂയ, ഇല്ലേ? തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവിനൊരു താല്പര്യം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ദൈവത്തിന് ജനം ഈ ദിവസങ്ങളിൽ കർത്താവ് ചില താല്പര്യങ്ങളെ നിവർത്തിച്ചു തരുവാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു വരുന്ന ആഴ്ചകളിൽ ഹല്ലേലൂയ കർത്താവ് ചില പ്രവൃത്തികൾ തന്റെ ജനത്തിന് വേണ്ടി നൽകും. ചില ഫേവർ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവ സഹായ സന്നദ്ധനായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. അവനെ പോലെ മറ്റാരുമില്ല ലോകത്തിൽ. അവനെ പോലെ സഹായിപ്പാൻ കഴിവുള്ളവൻ വേറെ ആരുമില്ല. പ്രൈസ്. അങ്ങനെയാണെങ്കിൽ അവന്റെ സഹായം എനിക്കും നിനക്കും വേണ്ടി ഹല്ലേലൂയ കർത്താവ് ആകാശം ചായിച്ചിറങ്ങി വന്ന് അവൻ നമ്മെ സഹായിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജയമേറ്റെടുത്തോ, വിശ്വാസത്താൽ നിങ്ങൾ വചനമേറ്റെടുത്തോ. കർത്താവ് ഹല്ലേലൂയ ചില താല്പര്യങ്ങൾ നിങ്ങളെ കുറിച്ച് അവനുണ്ട്. ആ താല്പര്യങ്ങൾ കർത്താവ് നിവർത്തിക്കുവാൻ പോവുകയാണ്. തന്റെ മക്കളെ കുറിച്ച് യഹോവയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യങ്ങളെ നിവർത്തിക്കുന്ന ദിവസങ്ങളായി രൂപാന്തരപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യോബിന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കാം. യോബിന്റെ പുസ്തകം 33-ാം അധ്യായം, അതിന്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. യോബ് 33-ന്റെ ആമേൻ ആമേൻ. ആ മതി. പ്രൈസ് ഹല്ലേലൂയ. അതിന്റെ 23-ാമത്തെ വാക്യം, മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയേണ്ടുന്നതിന് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്, ധർമ്മം അറിയേണ്ടത്. മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയേണ്ടതിന്. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, സകല മനുഷ്യനും ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം എന്ന് പറയുന്നത് എന്തുവാ? യഥാർത്ഥമാകുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടെത്തണമെന്നുള്ളതാണ് അവന്റെ ധർമ്മം. ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ ആ കുഞ്ഞിന്റെ ഉള്ളിൽ യഹോവയാകുന്ന ദൈവം നിക്ഷിപ്തമാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യന് അവന്റെ ഒരു ധർമ്മമുണ്ടെന്നുള്ളതാണ്. ആ ധർമ്മം അല്ലെങ്കിൽ അവൻ കണ്ടെത്തുന്നത് മറ്റ് പല പർവ്വതങ്ങളിലും ആകരുത്,
യഹോവയാകുന്ന ദൈവം അധിവസിക്കുന്ന ആ പർവ്വതത്തിലാകണം അവന്റെ ധർമ്മം കണ്ടെത്തേണ്ടുന്നത്. അവിടെ അവൻ കണ്ടെത്തുവാൻ കഴിയുന്നത് ഇതാണ് രണ്ടാമത്തെ ഭാഗം. 1000-ൽ ഒരുത്തനായി മധ്യസ്ഥനായൊരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ജനമേ, പ്രൈസ് ദി ലോർഡ്, നമ്മളുടെ ധർമ്മമാണ് നമ്മുടെ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത്. ആ ദൈവത്തെ നമ്മൾ കണ്ടെത്തിയപ്പോൾ നമ്മൾക്ക് വേണ്ടി 1000-ൽ ഒരുവനായ ഒരു മധ്യസ്ഥൻ നമ്മൾക്കുണ്ട്. ആരാണ് ആ മധ്യസ്ഥൻ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ മധ്യസ്ഥൻ ഹല്ലേലൂയ ഇന്ന് ഈ ആലയത്തിൽ ഊടാടി സഞ്ചരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യനോട് അവന്റെ ധർമ്മം അറിഞ്ഞു വരുന്നു എങ്കിൽ നിങ്ങൾക്കൊരു മധ്യസ്ഥൻ ഉണ്ടെന്ന് പ്രൈസ് നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം മറക്കാതിരിക്കേണ്ടുന്ന ഒറ്റ കാര്യം, ഞാൻ എൻ്റെ ധർമ്മം അറിഞ്ഞവനാ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ധാർമ്മികമാകുന്ന ഉത്തരവാദിത്വമായിരുന്നു യഥാർത്ഥമാകുന്ന ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത്. അത് ഞാൻ കണ്ടെത്തിയതാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ ഈ ഭൂമിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിന്റെ വിധാനങ്ങളിൽ പ്രൈസ് ദി ലോർഡ് കാരിലും ബാണികളാൽ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്നൊരു മധ്യസ്ഥൻ എനിക്ക് വേണ്ടി ഉയരത്തിലുള്ള കാലത്തോളം എനിക്ക് വേണ്ടി അവൻ കടാക്ഷം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? അവനാണ് എനിക്ക് വേണ്ടി ഫേവർ ചെയ്യുന്നത്. ഒരു മധ്യസ്ഥൻ നമ്മൾക്കുണ്ടെന്നുള്ള ഒരു ഉറപ്പും ഒരു ധൈര്യവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 26-ാം വാക്യം, അവൻ ദൈവത്തോട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ആര്? മധ്യസ്ഥൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ മധ്യസ്ഥനോട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ദൈവം അവനിൽ പ്രസാദിക്കും. ചുമ്മാതാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട് ദൈവത്തിന്റെ പൈതലേ. നാം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് ഈ ധർമ്മം കണ്ടെത്തി എന്ന് പറയുവാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജീവിച്ചു അല്ലെങ്കിൽ ജനിച്ചു എന്നതുകൊണ്ട് മനുഷ്യനോടുള്ള അവന്റെ ധർമ്മം എന്താണെന്ന് പ്രൈസ് ദി ലോർഡ് അത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ല. ആ ധർമ്മത്തിലേക്ക് എത്തപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? രക്ഷകനായി സ്വീകരിക്കണം. അവൻ എന്റെ മധ്യസ്ഥനാണെന്ന് വായ കൊണ്ട് ഏറ്റുപറയണം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കേൾക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവൻ 26-ാമത്തെ വാക്യം, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ അവനിൽ പ്രസാദിക്കും, തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും, അവൻ മനുഷ്യരവന്റെ നീതിയെ പകരം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ നീതിയെ ഒരു മനുഷ്യനും തടയുവാൻ സാധ്യമല്ല. നമ്മുടെ നീതിയെ അവൻ പകരം നൽകുന്നവനാകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ തുടർമാനമാകുന്ന ചിന്തകൾ പിന്നീട് ഒരു ദിവസം നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ആലോചന ഇത് മതിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പർവ്വതത്തിൽ ആർക്ക് കടക്കുവാൻ കയറും? പ്രൈസ് ദി ലോർഡ്, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? 2 ചോദ്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ആ ചോദ്യത്തിന്റെ ഉത്തരം മനുഷ്യൻ തന്നെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യനോട് അവൻ ആ ധർമ്മം അറിയേണ്ടുന്നതിന് അവനൊരു ധർമ്മം, മനുഷ്യന് സകല മനുഷ്യനും ഒരു ധർമ്മമുണ്ട്. ദൈവത്തെ കണ്ടെത്തുക എന്ന മാനവ പരമധർമ്മം. ആ ധർമ്മത്തിൽ മുഴുകി ദൈവത്തെ കണ്ടെത്തുന്നത് വരെ തപ്തമാനസവുമായി സംസാരമാകുന്ന സാഗരത്തിലൂടെ ജീവിതമാകുന്ന തോണിയിൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും പാർശ്വബന്ധനങ്ങളെ വകവയ്ക്കാതെ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ കഴിയുന്ന ഒരു മനുഷ്യന് ഈ മധ്യസ്ഥരെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യബോധം എന്ന് പറയുന്നത് എനിക്കൊരു മധ്യസ്ഥനുണ്ടെന്നുള്ളതാ. ഈ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാ. ആ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അവൻ കണ്ടെത്തുന്നവന് കൊടുക്കുന്നത് മറ്റൊന്നുമല്ല, അവൻ ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നൽകപ്പെട്ടത് മറ്റൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. മരണത്തിൽ നിന്നുമുള്ള ഒരു വിടുതൽ, ജീവൻ. പ്രൈസ് ദി ലോർഡ്. ആ ജീവൻ എന്ന് പറയുന്നത് അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നവനും കൂടിയാണെന്നാണ് പറയുന്നത്, ഇല്ലേ? ദൈവത്തിന്റെ ഫേവർ ലഭിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നു. മനുഷ്യൻ ഹല്ലേലൂയ അവന്റെ ധർമ്മം കണ്ടെത്തിയാൽ, അറിയുവാൻ കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ ഹല്ലേലൂയ ശരണം കണ്ടെത്തിയവരാ. എൻ്റെ ദൈവം ഹല്ലേലൂയ പർവ്വതത്തിൽ വസിക്കുന്നവനാ. എൻ്റെ രാജാവിനെ അവിടെ വാഴിച്ചിരിക്കുകയാണ്. യഹോവയുടെ ആലയം അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഹല്ലേലൂയ പർവ്വതത്തിലേക്ക് കടക്കുന്നവന്, ആലയത്തിലേക്ക് ഓടിച്ചെല്ലുന്നവന് അവൻ അവൻ്റെ വഴികളെ പറഞ്ഞു കൊടുക്കും. നേരായ മാർഗത്തിലൂടെ അവൻ നടത്തും. അവർക്ക് അവരുടെ കടാക്ഷം കൊടുക്കുവാൻ ഇടയാകും. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഫേവർ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ആനുകൂല്യം,
ദൈവം സഹായ സന്നദ്ധത കാണിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ ആനുകൂല്യം ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് പ്രാപിച്ചെടുക്കുവാൻ ഹൃദയപൂർവ്വമാകുന്നൊരു താല്പര്യം നമ്മോട് കർത്താവിനുണ്ട്. ആ താല്പര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സംഭവിക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് വേണ്ടി ഈ ആഴ്ചയിൽ ഹല്ലേലൂയ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അത് നമ്മുടെ ഉറപ്പാണ്, അത് നമ്മുടെ ധൈര്യമാണ്. ഹല്ലേലൂയ. അതാണ് യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, ആ പ്രാർത്ഥിക്കുന്നവനിൽ അവൻ പ്രസാദിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് മാറി നിൽക്കുവാൻ പറ്റത്തില്ല, ദൈവത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ജീവിക്കുന്നവനാ. വചനത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തോട് പറയുവാനിടയായ കർത്താവേ, എനിക്ക് അങ്ങയുടെ ഒരു ഫേവർ ആവശ്യമാണ്, അങ്ങയുടെ ഒരു കടാക്ഷം ആവശ്യമാണ്. എൻ്റെ ഇന്ന വിഷയത്തിന് മേൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. കർത്താവ് നമ്മെ വഴി നടത്തട്ടെ. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ മാനിക്കട്ടെ. എൻ്റെ യേശു എനിക്കു നല്ല